ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിനകത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിനിടെ വിനീഷ്യസ് ജൂനിയറെ റയലിൻ്റെ സ്വന്തം ആരാധകർ തന്നെ കൂവി വിളിച്ചിരുന്നു. ഇതിനോടുള്ള പ്രതികരണം സാബി അലോൺസോയോട് ചോദിച്ചപ്പോൾ ഈ ആരാധകർക്ക് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നായിരുന്നു സാബി അലോൺസോ ഇതിനുള്ള മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാര്യങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല റയലിനകത്ത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക കഴിഞ്ഞ ദിവസം ഒരു പോൾ സംഘടിപ്പിച്ചിരുന്നു. അതായത് മാഡ്രിഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാധ്യമമാണ് മാർക്ക. 1,20,000 വോട്ടേഴ്സ് ആയിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത്. ആകെ 3 ചോദ്യങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അതായത് ഒന്നാമത്തെ ചോദ്യം വന്നത് പ്രശ്നം അത് താരങ്ങളുടേതാണോ അതല്ലെങ്കിൽ പരിശീലകൻ്റേതാണോ എന്നായിരുന്നു ചോദ്യം. അതിൽ 61% റയലിൻ്റെ ആരാധകരും കരുതുന്നത് പ്രശ്നം താരങ്ങളുടേത് തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 76% ആരാധകർ സാബി അലോൺസോയെ പിന്തുണച്ചിട്ടുണ്ട്. അതായത് സാബിയെ പുറത്താക്കണോ വേണ്ടയോ എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ 76%വും സാബിയെ നിലനിർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കരുത് എന്ന ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ റിയാക്ഷൻ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് വിനീഷ്യസിനെ വിൽക്കണോ വേണ്ടയോ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. 86% പേരും വിനീഷ്യസ് ജൂനിയറെ വിൽക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് റയലിൻ്റെ ആരാധകരിൽ തന്നെ പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് വിനീഷ്യസ് ജൂനിയറെ റയൽ മാഡ്രിഡ് വിൽക്കണം എന്നുള്ളതാണ്. 86% എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഭാഗമായിക്കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. പലരും വിനിയെ ഇപ്പോൾ ക്ലബ്ബ് ഒഴിവാക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. വരുന്ന സമ്മറിൽ വിനി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. കാരണം പരിശീലകനുമായി അത്ര നല്ല ബന്ധത്തിലല്ല, ആരാധകരുമായി അത്ര നല്ല ബന്ധത്തിലല്ല, റയലിൻ്റെ മാനേജ്മെൻറ്റുമായി അത്ര നല്ല ബന്ധത്തിലല്ല. കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ പലവിധ സങ്കീർണതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ വിനി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.